എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഓപ്പറേഷനാണ്. ഓക്കെ, എ ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ. അതുപോലെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ നോക്കുന്നതായിരിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പറഞ്ഞതുപോലെ ഒരു പെൻറ്റാ വാല്യൂ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നത്. When the temperature slightly increases, these levels donate electrons to the empty conduction band is called donor level. Hope you understand. Conduction band ഇവിടെ EC ആണ്. As you know, valence band ഇവിടെ EV ആണ്. The next point എന്ന് പറയുന്നത് ED ഇതെന്തായിരിക്കും? EC minus ED എന്തായിരിക്കും? EC minus ED ആണ് ionization energy. Okay, this EC minus ED is called ionization energy. What is ionization energy എന്ന് ചോദിച്ചാൽ required to ionize or an acceptor atom. Okay, what is ionization energy? The energy required to ionize a donor or an acceptor atom. This is called ionization energy. So ഇതിൻ്റെ അകത്ത് നമുക്കുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് പെൻറ്റാവലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ എന്ത് എനർജി ലെവൽ ഉണ്ടാകും, അത് എവിടെ ഉണ്ടാകും, അതിനെ എന്താണ് വിളിക്കുന്നത്? ദാറ്റ് മീൻസ് ED. ഓക്കെ, അത് ഇലക്ട്രോൺസ് വഴി ഒക്കുപ്പൈഡ് ആയിരിക്കും. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി കൂടുമ്പോൾ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും. സോ ദാറ്റ് ലെവൽ ഈസ് കോൾഡ് ഡോണർ ലെവൽ. ഈ ഡോണർ ലെവലും മുകളിലത്തുള്ള എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡിൻ്റെ ECയും തമ്മിലുള്ള ഡിഫറൻസിനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയണൈസേഷൻ എനർജി കിട്ടും. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ EC മൈനസ് ED ആണ് അയണൈസേഷൻ എനർജി. തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു അയണൈസ് ഓർ ആൻ അക്സെപ്റ്റർ ആറ്റം. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ അകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഡോപ്പിംഗ് സംഭവിക്കുമല്ലോ. ബിക്കോസ് ഓഫ് ദിസ് ഡോപ്പിംഗ് എന്ത് കൂടും? ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ബിക്കോസ് ഓഫ് ദിസ് ഡോപ്പിംഗ് ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റീകോമ്പിനേഷൻ റേറ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. എന്താണ് റീകോമ്പിനേഷൻ റേറ്റ്? സോ ഇൻ ടേംസ് ഓഫ് ദിസ് റീകോമ്പിനേഷൻ റേറ്റ് മീൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻ കേസ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. P0 എന്ന് പറയുന്നത് Ni-നെക്കാട്ടിലും N0 എന്ന് പറയുന്നത് Ni-നെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ Ni-നെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുപോലെ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ Ni-നെക്കാട്ടിലും കുറവായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. അതുപോലെ ഹോൾസ് ആണ് വാട്ട് വി കൺക്ലൂഡ് ഈസ് സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും, ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സ്. നമ്മൾ ജനറേഷൻ എന്തുവാന്ന് പഠിച്ചു. ജനറേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ ആർ G of T is equal to alpha R Ni square. ഇതാണ് ജനറേഷൻ. ഇനി റീകോമ്പിനേഷൻ എന്താണ്? റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആൽഫ ആർ ഇൻറ്റു NP ആണ് എന്ത്? റീകോമ്പിനേഷൻ ആർ. ഓക്കെ, ആൽഫ ആർ ഇൻറ്റു NP. തെർമൽ ഇക്വിലിബ്രിയം പറയുമ്പോൾ നമ്മൾ എന്തിൻ്റെ ടേംസിൽ പറയും? N-നെ N0 ആയിട്ടും P-നെ P0 ആയിട്ടും പറയും. സോ തെർമൽ ഇക്വിലിബ്രിയം വരുമ്പോൾ R is equal to alpha R into N0. ഓക്കെ, ആൽഫ ആർ is equal to N0 P0. ജനറേഷൻ എഴുതി. തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. അൺതെർമൽ ഇക്വിലിബ്രിയം G of T should balance with R of T. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? G of T should balance with G of T എന്തായിരിക്കും? R of T ആയിട്ട് ബാലൻസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിത് ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യാം. സോ G of T എന്തുവാണ്? ആൽഫ ആർ. ആറിൻ്റെ എന്തുവാണ്? ആൽഫ ആർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. Ni square is equal to N0. Okay, Ni square is equal to N0 into P0. N0 is not equal to P0 is not equal to. Okay, for this condition N0 is not equal to P0 is not is equal to Ni.
ഓക്കെ, ni² n0p0. ഇതിനെ നമ്മൾ എന്താണ് പറഞ്ഞത്? ദിസ് ഈസ് കോൾഡ് മാസ് ആക്ഷൻ ലോ എന്ന് പറയുന്നത്. ni² n0 into p0. കൺക്ലൂഡ് ചെയ്ത് പറയാം, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ആവും. അതിനെ നമ്മൾ ED എന്ന് വിളിച്ചു. EDക്കകത്ത് 0 കെൽവിൻ ആകുമ്പോൾ EDക്കകത്ത് അത്യാവശ്യം ഇലക്ട്രോൺസ് വന്ന് ഒക്യുപ്പൈ ആവും. ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് പോകും. അപ്പോൾ EDനെ നമ്മൾ ഡോണർ ലെവൽ എന്ന് വിളിക്കും. ഈ ഡോണർ ലെവലും കണ്ടക്ഷൻ ബാൻഡിലെ ECയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജീനെ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു അയണൈസ് എ ഡോണർ ഓർ ആൻ അക്സെപ്റ്റർ ആറ്റം. ഓക്കെ, ഇതിനാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ. ആഫ്റ്റർ ദാറ്റ് ഡോപ്പിംഗ് കാരണം ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുമ്പോൾ റീകോമ്പിനേഷൻ റേറ്റ് എന്തായിരിക്കണം? സോ നമ്മൾ റീകോമ്പിനേഷൻ റേറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ്റെയും ഒരു പ്രൊപ്പോർഷണാലിറ്റി എഴുതി. അതായത് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N into P. തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കുമ്പോൾ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻട്രൻസിക് ലെവലിനെ കാട്ടി കുറവും ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻട്രൻസിക് ലെവലിനെ കാട്ടി കൂടുതലുമായിരിക്കും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി? എൻ ടൈപ്പിൽ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ ഹോൾസ് ആണ് മൈനോറിറ്റി ക്യാരിയേഴ്സ് എന്ന് നമുക്ക് മനസ്സിലായി. തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് പറയാനുള്ളത് ജനറേഷൻ്റെയും റീകോമ്പിനേഷൻ റേറ്റിൻ്റെയും ബേസിസിലാണ്. സോ ജനറേഷൻ റേറ്റ്, അതായത് G(t) എന്ന് പറയുന്നത് α/r ni² ആണ്. അതിന് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നത് α/r np ആണ്. തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് ആയതുകൊണ്ട് n = n0, p = p0. സോ r = α/r into n0 p0 എന്ന് നമ്മൾ എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സംഭവം അറിയാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ജനറേഷനും റീകോമ്പിനേഷനും ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ് സെയിം ആയിരിക്കും. അതായത് ദ റേറ്റ് ഓഫ് ജനറേഷൻ വിൽ ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ, ഓർ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ റേറ്റ് ഓഫ് ജനറേഷൻ ഷുഡ് ബാലൻസ് വിത്ത് ദ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ. സോ G(t) = r എന്ന് നമ്മൾ എഴുതി. ഇക്വേഷൻസ് നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ α/r ആൻഡ് α/r നമുക്ക് ബാക്കി വരുന്നത് ni² = n0 p0. That is, the ni² = n0 into p0 is called mass action law. This mass action law means n0 is not equal to p0, which is not equal to ni. N type സെമികണ്ടക്ടറിൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസും അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ് ചെയ്ത മാസ് ആക്ഷൻ ലോ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് N ടൈപ്പ് സെമികണ്ടക്ടേഴ്സിലുള്ള ടേക്ക് അവേ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇവിടെ അത് ഒന്നാമത്തെ ടേക്ക് ബാക്ക് ആണ്. രണ്ടാമത്തെ ടേക്ക് ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ എനർജി ലെവൽ പെൻഡാവാലന്റ് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ED കണ്ടക്ഷൻ ബാൻഡിൽ എഡ്ജിലാണ് ED എന്ന് പറഞ്ഞ ഡോണർ ലെവൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്നത് ഡോണർ ലെവലാണ്. അതാണ് മൂന്നാമത്തെ ടേക്ക്. സോ ദിസ് ഈസ് N ടൈപ്പ് സെമികണ്ടക്ടർ.